ഒരു കുട്ടി കൊറിയൻ സ്റ്റൈൽ ഇയറിംഗ് ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ 2 ബട്ടർഫ്ലൈ മുത്തുകൾ എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്ന ബോൾ സ്റ്റഡാണ്. പിന്നെ 2 ചെയിനും എടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറിൽ. അതിന് ശേഷം ഗിയർ വയർ ശകലം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഗോൾഡൻ ചെയിൻ മടക്കി അതിനുള്ളിലെ ഹോളിൽ കൂടി ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ബട്ടർഫ്ലൈ മുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മുടെ ബോൾ സ്റ്റഡിനുള്ളിലെ ലൂപ്പിൽ കൂടെ അത് ഇറക്കിയതിന് ശേഷം ഇതുപോലെ ചുറ്റി ചുറ്റി എടുക്കുക. സംഭവം അത്രയേ ഉള്ളൂ. നമ്മുടെ കുട്ടി ഇയറിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടില്ലേ? ഇത് ജോഡിയൂടെ ചെയ്തെടുത്താൽ എല്ലാം ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് കൂടെ ചെയ്തേക്കുക. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇത് ഇതുപോലെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സിമ്പിൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പിങ്ക് കളറിലെ മുത്തെടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ഗോൾഡൻ കളറിലെ മുത്തും എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഇലാസ്റ്റിക് വയർ എടുത്തതിന് ശേഷം ആദ്യം ഒരു പിങ്ക് കളറിലെ മുത്തും പിന്നീട് 2 സ്വർണ്ണ കളറിലെ മുത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ പാറ്റേൺ അങ്ങറ്റം വരെയും ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ കൈയുടെ അളവ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം ഇതുപോലെ ഞാനിത് 3-4 പ്രാവശ്യം മുറുക്കി കെട്ടിയിട്ടുണ്ട്. പിന്നീട് ഒരു ലവ് ഷേപ്പ് എടുത്തതിന് ശേഷം അതിലേക്ക് ഹെഡ് പിൻ കടത്തി കൊടുത്തതിന് ശേഷം ലൂപ്പ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ. അതിനുശേഷം നമുക്ക് വേണ്ടുന്നതാണ് ജംപ് റിങ്സ് ആ ലൂപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു ബ്രേസ്ലെറ്റിലേക്ക് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിടുമ്പോൾ ഏകദേശം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. പിൻട്രസ്റ്റിൽ സിമ്പിളായിട്ടൊരു കുന്തൻ സ്റ്റോൺ ഇയറിംഗ് കണ്ടു. എന്നാൽ പിന്നെ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. നമ്മുടെ സ്റ്റോൺസ് എല്ലാം ചെറുതാട്ടോ, അതും എല്ലാം ഒരേ സൈസിലാണ് ഇരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ റെഫറൻസിലുണ്ടായിരുന്നത് ചെറുതിൽ നിന്ന് വലുതിലേക്കൊക്കെ പോകുന്ന ടൈപ്പായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ച് ഇത് സെറ്റ് ചെയ്തെടുക്കാം. സംഭവം ഞാൻ ഇതുപോലെ ഒട്ടിച്ച് അതേ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇത് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുമ്പോഴത്തേന് നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നീട് നമുക്ക് സ്റ്റഡ് ബേസും കൂടെ ഒട്ടിച്ച് കൊടുത്ത് സംഭവം അങ്ങ് സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. നമുക്കൊരു റോസാപ്പൂ ഇയറിംഗ് ചെയ്തെടുത്താലോ? അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇതുപോലെ റോസാപ്പൂ കണക്കിരിക്കുന്ന മുത്തുകളുണ്ടായിരുന്നു. നിങ്ങൾക്കിത് ഷോപ്സി മീഷോയിലൊക്കെ കിട്ടും. പിന്നീട് ക്യാപ്പ് എടുത്തിട്ടുണ്ട്, ഹെഡ് പിൻസ് എടുത്തിട്ടുണ്ട്. പിന്നീട് സെയിം കളറിൽ ഇതേപോലെ വലിയ മുത്തും എടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണം ഹെഡ് പിന്നിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ റോസാപ്പൂ മുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് ഇതുപോലെ നമ്മുടെ ക്യാപ്പ് എടുത്തിട്ട് തലതിരിച്ച് വേണം ഇടാൻ. അതിന് ശേഷം അതിനുള്ളിൽ വീണ്ടും ആ ഒരു മുത്തിട്ട് കൊടുക്കുക. പിന്നീട് എക്സ്ട്രാ ഉള്ള പോർഷൻ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ലൂപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ ലൂപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ജംപ് റിങ്സ് ഇയർ വയേഴ്സും വേണം. അത് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യുക. അങ്ങനെ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാട്ടോ. ജോഡിയും കൂടെ ചെയ്തെടുത്തപ്പോൾ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. നമുക്ക് സ്റ്റാർ ഫിഷിൻ്റെ ഷേപ്പുള്ള ഈ മുത്ത് വെച്ചിട്ട് ഒരു സിമ്പിൾ ഇയറിംഗ് ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് മുത്തുകൾ എടുത്തിട്ടുണ്ട്. പിന്നീട് ഐ പിൻ എടുത്തിട്ടുണ്ട്. ഐ പിന്നിലേക്ക് ഈ സ്റ്റാർ ഫിഷ് ഇട്ട് കൊടുത്തതിന് ശേഷം സെയിം കളർ വരുന്ന രീതിയിൽ ഒരു മുത്തും കൂടി ഇട്ട് ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നീട് നമുക്കിതുപോലെ ഹെഡ് പിന്നാണ് വേണ്ടുന്നത്. അതിലേക്കും ഇതുപോലെ മുത്തിട്ടതിന് ശേഷം അതിൻ്റെ ഏറ്റവും അറ്റത്ത് ശകലം ഒരു ചെറിയ ലൂപ്പ് ചെയ്യുവാണ്. രണ്ടിലും ഇതുപോലെ ചെയ്യണം. അതിനുശേഷം നമുക്ക് വേണ്ടുന്നതാണ് ജംപ് റിങ്സ് എടുത്ത് രണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് ഇത് സ്റ്റാർ ഫിഷിൻ്റെ അറ്റത്തെ ലൂപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യുക. പിന്നീട് നമ്മുടെ ഇയർ വയർ എടുക്കുക, ഏറ്റവും മുകളിലേക്ക് അതിട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യുക. സംഭവം അപ്പം അത്രയേ ഉള്ളൂ. ഇതുപോലെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ജോഡിയും കൂടെ ചെയ്തെടുത്താൽ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. മുത്തുകൾ കൊണ്ട് എളുപ്പത്തിൽ നമുക്കൊരു വള ചെയ്തെടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വലുതും ചെറുതുമായിട്ട് കുറേ മുത്തുകൾ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ഇതുപോലെ. അതിനുശേഷം നമുക്ക് വേണ്ടുന്നതാണ് ഇതുപോലെ ഗോൾഡൻ വയർ. അതിൻ്റെ അറ്റത്ത് ലൂപ്പ് ചെയ്തിട്ട് ഇതുപോലെ വലുത് ചെറുത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കണം. നടുക്കുള്ള മുത്തുകൾക്കെല്ലാം ഒരേ അളവാണുള്ളത്. പിന്നീട് ഇതുപോലെ കൊരുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ തുടക്കത്തിലെ പോലെ തന്നെ വലിയ വലിയ മുത്തുകൾ ഇട്ട് കൊടുക്കണം ഇതുപോലെ. അതിന് ശേഷം ലൂപ്പ് ചെയ്ത് അത് ക്ലോസ് ചെയ്യുക.
പിന്നീട് നമുക്ക് ഇതിന് റൗണ്ട് ഷേപ്പ് കൊടുക്കണം. അത്രയേ ഉള്ളൂ. സംഭവം സെറ്റായിട്ടുണ്ട്. അടിപൊളിയാണ് ഇത് കാണാൻ. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കയ്യിലിടുമ്പോൾ ഇതുപോലെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇടാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇത് തിരിച്ചും യൂസ് ചെയ്യാം. രണ്ടാണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ ഇതെന്തുപോലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു സിമ്പിൾ മോതിരം ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 3 മുത്ത് എടുക്കുന്നുണ്ട്. നടുക്കത്തെ മുത്ത് കുറച്ച് വലുതാണ്. പിന്നീട് സിൽവർ വയർ എടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ 3 മുത്തും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് റൗണ്ട് ഷേപ്പിൽ എന്തെങ്കിലും വേണം. നിങ്ങളുടെ വിരലിൻ്റെ അളവിനനുസരിച്ചായിരിക്കണം. ക്യൂടെക്സിൻ്റെ അടപ്പോ എന്ത് വേണമെങ്കിലും എടുക്കാം. അത് ഇതുപോലെ നമുക്ക് ചുറ്റിയെടുക്കണം. ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമുക്കൊരു സൈഡിൽ കമ്പി എടുത്ത് വെച്ച് നടുക്കൂടെ ചുറ്റാം. അപ്പുറത്തെ സൈഡിലെ കമ്പിയും ഇതുപോലെ തന്നെ നടുക്കൂടെ ചുറ്റിയെടുക്കാം. പിന്നീട് സൈഡിലെ മുത്തിലും കൂടെ അത് ചുറ്റിയെടുക്കുക. ഇതുപോലെ 2 സൈഡിലും ചെയ്യണം. പിന്നീട് നമുക്ക് 2 സൈഡിലെയും കമ്പി ഇതുപോലെ ചുറ്റി 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 എടുത്തു കൊടുക്കാം. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന കമ്പി കട്ട് ചെയ്തും കളയാം. എന്നിട്ട് നമുക്ക് പ്രസ് ചെയ്ത് വെക്കാം. സംഭവം അത്രയേ ഉള്ളൂ. ഇതുപോലെ സൂപ്പർ സെറ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എസ് ടൈപ്പിലെ കൊളുത്ത് നിങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ടൊരു ഇയറിംഗ് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മുത്തെടുക്കുക. പിന്നീട് റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ്, പിന്നെ ചെറിയ മുത്തും എടുക്കുക. അതിന് ശേഷം ബോൾ പിന്നിലേക്ക് ഇതുപോലെ ചെറിയ മുത്തിട്ട് കൊടുക്കുക. പിന്നീട് നമ്മുടെ മഴത്തുള്ളി മുത്തിട്ട് കൊടുത്തതിന് ശേഷം ഇത് എസ് കൊളുത്തിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ ചുറ്റി ചുറ്റി എടുക്കുക. സംഭവം ഇതുപോലെ സെറ്റായതിന് ശേഷം നമുക്ക് ഇയർ വയേഴ്സ് എടുക്കാം. അതിന് ശേഷം അതിൻ്റെ അറ്റത്തെ ലൂപ്പ് ശകലം ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യാം. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. ഇതുപോലെ സെറ്റായി നമുക്ക് കിട്ടും. കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുത്താൽ എല്ലാം സൂപ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഇനി നമുക്ക് മൾട്ടി കളർ ഇയറിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു ഹെഡ് പിൻ എടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ കുഞ്ഞു കുഞ്ഞു മുത്തുകളും പറക്കി അതിനകത്തിടുക. കളറൊന്നും നോക്കി വേണ്ട, ഏത് കളർ വേണമെങ്കിലും ഇടാം. അതിനുശേഷം അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ലൂപ്പ് ചെയ്തെടുക്കുക. പിന്നീട് നമുക്ക് വേണ്ടുന്ന ഒരു ഗോൾഡൻ ചെയിനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ അത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇയർ വയർ എടുത്തതിന് ശേഷം ജംപ് റിങ്സിലേക്ക് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യാം. സംഭവം അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതുപോലെ നല്ല ക്യൂട്ട് ആൻഡ് സെറ്റായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ജോഡിയും കൂടെ ചെയ്തെടുത്താൽ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. സിമ്പിളായ ഒരു ഇയറിംഗ് ചെയ്യാം. അത് നമ്മുടെ കുന്തൻ സ്റ്റോൺ ഇയറിംഗ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നീട് പശ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള കളറുള്ള സ്റ്റോൺസ് ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റോൺ ചെയിൻ എടുത്ത് അതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒരു ഹാഫ് മാത്രം മതി കേട്ടോ. പിന്നീട് നമുക്ക് നടുക്കൊട്ടിച്ച അതേ സ്റ്റോണിൻ്റെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, സെയിം കളർ. അത് താഴെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിന് മുകളിലും ആ ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക. ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് സ്റ്റഡ് ബേസ് എൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുത്ത് സംഭവം അങ്ങ് കളറാക്കാം. അപ്പോൾ അതുപോലെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തോ ആയാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പണ്ടത്തെ ഫേമസ് ആയ 1 2 3 കമ്മൽ ഉണ്ടാക്കിയില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ മുത്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഐ പിൻസ് എടുത്തിട്ടുണ്ട്, ഒരു ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യത്തെ ഒരു മുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, കട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ഭാഗം ലൂപ്പാക്കുക. ക്ലോസ് ചെയ്യരുത്, കാരണം ഐ പിൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ക്ലോസ് ചെയ്താൽ മതി. അതിനുശേഷം വീണ്ടും നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മുത്തെടുക്കാം, അതിലേക്ക് ഇട്ട് കൊടുക്കാം, കട്ട് ചെയ്യുക എക്സ്ട്രാ ഉള്ളത്. എന്നിട്ട് നമുക്കതിലേക്കും ലൂപ്പ് ചെയ്യാം 1/4 ഭാഗം. എന്നിട്ട് വീണ്ടും ഒരു ഐ പിൻ ഇട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും മുകളിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു വലിയ മുത്താണ്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും. അതിന് ശേഷം അതിലും ഇതുപോലെ എക്സ്ട്രാ കട്ട് ചെയ്തതിന് ശേഷം 1/4 ഭാഗം ലൂപ്പാക്കിയതിന് ശേഷം നമുക്ക് വേണ്ടുന്നതാണ് ഇയർ വയേഴ്സ്, അല്ലെങ്കിൽ ഇയർ ഹുക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ സംഭവം ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കത്തില്ലല്ലോ. ക്യൂട്ട് ആൻഡ് സിമ്പിളായിട്ടൊരു മാല ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഐ പിൻ എടുക്കുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുത്തുകൾ നിങ്ങൾക്ക് ഒരുത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഇവിടെ പൂവ്, പിന്നെ ഒരു റൗണ്ട് മുത്ത്, പൂവ്, പിന്നെ ഒരു റൗണ്ട് മുത്ത്, ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇതുപോലെ അതിന് ശേഷം അതിൻ്റെ അറ്റത്ത് ഞാൻ ലൂപ്പ് ചെയ്തെടുക്കുകയാണ്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഗോൾഡൻ ചെയിനാണ്.
പിന്നെ ജംപ് റിങ്സ് എടുക്കുന്നു. അതിൻ്റെ അറ്റത്തെ ലൂപ്പിലിട്ട് കൊടുത്തിട്ട് ആ ഒരു ഗോൾഡൻ ചെയിൻ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ വീണ്ടും വേറൊരു ഗോൾഡൻ ചെയിൻ എടുക്കുക. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇതിൻ്റെ അറ്റത്ത് നമ്മൾ കൊളുത്തും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടി മാല ഇവിടെ സെറ്റായിട്ടുണ്ട്. കാണാൻ നല്ല ക്യൂട്ടാണ്. നിങ്ങളും ഇത് എന്തുവാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് ഇത് കിട്ടും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. സിമ്പിളായിട്ടൊരു കുന്തൻ സ്റ്റോൺ ഇയറിംഗ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കുന്തൻ സ്റ്റോൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇച്ചിരി കളർ ആവാൻ വേണ്ടിയിട്ട് ബ്ലൂ കളറുള്ള സ്റ്റോണും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, നമുക്കിതെല്ലാം ഒട്ടിച്ച് നല്ല സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ അതൊരു ഹാഫ് പൂവിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇതുപോലെ ഇതെല്ലാം ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കറക്റ്റ് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തൊക്കെ എടുക്കാം. സംഭവം ഇതുപോലെ അടിപൊളിയാക്കിയതിന് ശേഷം ഇതിനകത്ത് ഇയർ വയറും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം കുറച്ച് ടൈം വെക്കണം. പിന്നീട് ഇതുപോലെ അതിൻ്റെ ബാക്കിൽ ഇതുപോലെ പേപ്പറും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സംഭവം ഇതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യണേ. അങ്ങനെ ജോഡിയോടെ ചെയ്തെടുത്ത സംഭവം പെർഫെക്റ്റ് ആണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. സിമ്പിളായിട്ടൊരു ലോക്കറ്റ് ചെയ്തെടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു മുത്തെടുക്കുക. പിന്നീട് ഗോൾഡൻ വയർ എടുക്കുക. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒരറ്റത്ത് ഇതുപോലെ ലൂപ്പ് ചെയ്യുക. പിന്നീട് നമ്മളുടെ ആ മുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലും ലൂപ്പ് ചെയ്യണം. ഒരു 2 പ്രാവശ്യം ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം റൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനത്തിലേക്ക് ഇതുപോലെ വെച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ വളച്ച് വെച്ചതിന് ശേഷം 2 പ്രാവശ്യം താഴത്തെ ലൂപ്പിലും ചുറ്റിയെടുക്കുക. ഇതുപോലെ അതിനുശേഷം എക്സ്ട്രാ ഉള്ള പാർട്ട് കട്ട് ചെയ്ത് കളയുക. എന്നിട്ടത് പ്രസ് ചെയ്ത് അകത്തേക്ക് വെക്കുക. ഇതുപോലെ അപ്പോൾ സെറ്റായി കിട്ടും. പിന്നീട് നമുക്ക് ജംപ് റിങ്സ് വേണം. അതൊരു ലൂപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യാം. പിന്നീട് നമുക്ക് ഗോൾഡൻ ചെയിൻ എടുത്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം, ജംപ് റിങ്സിനുള്ളിലേക്ക്. അങ്ങനെ ഈ സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ് ഇത് കാണാൻ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. ഇനി നമുക്ക് സിമ്പിളായിട്ടൊരു ബ്ലാക്ക് കളർ ഇയറിംഗ് ചെയ്യാമല്ലേ. അതിന് വേണ്ടിയിട്ട് 3 ഹെഡ് പിൻ എടുക്കുക. അതിലേക്ക് ഗോൾഡൻ കളറുള്ള മുത്ത്, പിന്നെ ഒരു ബ്ലാക്ക് കളറുള്ള മുത്ത്, വീണ്ടും ഗോൾഡൻ കളറുള്ള മുത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ലൂപ്പ് ചെയ്യണം. അപ്പോൾ 3-ൽ നമുക്കിതുപോലെ ചെയ്യണം. പക്ഷേ 2 എണ്ണം ഒരേ അളവും ഒരെണ്ണം ഇച്ചിരി വലുതുമായിട്ട് വേണം ചെയ്തെടുക്കാൻ. അങ്ങനെ ഞാൻ ഇത് 3ഉം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ റെഡി ആയതിന് ശേഷം ഇതുപോലെ ജംപ് റിങ്സിനുള്ളിലേക്ക് ഈ 3 എണ്ണം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പം ഇയർ വയറൂടെ ചേർത്തിട്ട് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളിയായി സെറ്റായി ക്യൂട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്തേക്കണേ. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തുകൂടെ നോക്കണേ. അടുത്തത് നമുക്ക് പിൻട്രസ്റ്റിൽ കണ്ടൊരു റെഫറൻസ് ചെയ്തെടുത്താലോ. ഇതുപോലെ ബ്ലാക്ക് കളർ മുത്തും വൈറ്റ് കളർ മുത്തും എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഹെഡ് പിന്നിലേക്ക് ചെറിയ ബ്ലാക്ക് മുത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ വലിയ വൈറ്റ് മുത്ത് ഇട്ട് കൊടുക്കുക. അതിന് ഏറ്റവും മുകളിൽ കുഞ്ഞ് ബ്ലാക്ക് മുത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇയർ വയേഴ്സ് എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഹെഡ് പിൻ വലുതായതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇയർ വയർ അതിനുള്ളിലേക്ക് ഇട്ട് ഇതുപോലെ ക്ലോസ് ചെയ്യുന്നുണ്ട്. സംഭവം അപ്പോൾ നമുക്ക് ഇതുപോലെ റെഡി ആയിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. എന്തൊരു സിമ്പിൾ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ജോഡിയും കൂടെ ചെയ്തെടുത്തപ്പം കാണാനും അടിപൊളി, ഇടുമ്പോഴും അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണേ.